ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജീവന്റെ അടുത്ത് നിന്നും സുജാത ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ പേടിയുണ്ടോ എന്ന്. സുജാത അപ്പോൾ പേടിയൊന്നുമില്ലെന്ന് പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയൊരു പാവമാണ്, അമ്മ മാത്രം പാവമാണെന്നൊക്കെ പറയുന്നു. സുജാത അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സ്കൂളിലെ പ്രോഗ്രാമാണ്. നിത്യ അവിടെ കൂടിയിരിക്കുന്നവരെ മുന്നിൽ വെച്ച് വീണയ്ക്ക് വേണ്ടി സ്വാഗത പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ട്. നിത്യ കുട്ടികൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാനെന്ന് പറഞ്ഞ് വീണ ക്ഷണിക്കുന്നുമുണ്ട്. വീണ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വീണ പറയുന്നുണ്ട്, മോഡലിംഗ് രംഗത്തേക്ക് വരുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് മുന്നോട്ട് വന്നതെന്നൊക്കെ. നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണങ്ങളൊക്കെ വന്നാലും നിങ്ങൾ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെന്നൊക്കെ പറയാണ്. വീണയുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ കുട്ടികളെല്ലാം കൈയടിക്കുന്നുണ്ട്. ഹരിക്കും അമ്മാവനും പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശേഷം സമ്മാനദാന ചടങ്ങാണ് നടക്കുന്നത്. നിത്യ സമ്മാനമുള്ള കുട്ടികളെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. വീണ എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. കല്യാണി വീണയുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങിയതിന് ശേഷം കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട്. വീണയ്ക്കപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വേറെ ഒരു കുട്ടികളും ചെയ്യാത്ത കാര്യം കല്യാണി ചെയ്തത് കൊണ്ട്. വീണ കല്യാണിയെ അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട്, നല്ല ഗുരുത്വമുള്ള കുട്ടിയാണെന്നൊക്കെ. ഹരിയും ആ കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. വീണ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയും ഒക്കെ ആരാണെന്ന്. കല്യാണി അപ്പോൾ സ്റ്റേജിലേക്ക് നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, പോയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. വീണ കല്യാണിയോട് പറയുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ. വീണ പറയുന്നതൊക്കെ നിത്യയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമ്മാന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ റൂമിലേക്ക് പോകുന്നുണ്ട്. കുട്ടികൾ നിത്യയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വീണ മേഡത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കണം, ടീച്ചർ ഒന്ന് വീണ മേഡത്തോട് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിത്യ അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ഹരി പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നിട്ട് എനിക്കൊരു കവിത ചൊല്ലണമെന്ന് പറയുകയാണ്. പ്രിൻസിപ്പൽ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിർബന്ധിക്കുമ്പോഴൊന്നും ഹരി ഇതുവരെയും പാടിയിട്ടില്ല, പക്ഷെ ഇന്ന് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് പാടണമെന്ന് തോന്നി, അതുകൊണ്ടാണെന്നൊക്കെ. ഹരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ തേടുന്ന എൻ്റെ നിത്യയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഞങ്ങൾ 2 പേരും തിരിച്ചറിയുമെന്നൊക്കെ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് നിത്യ കുട്ടികളെയും കൂട്ടി വീണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിത്യ വീണയോട് പറയുന്നുണ്ട്, കുട്ടികൾക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണം, അതുപോലെ ഓട്ടോഗ്രാഫും വേണമെന്നൊക്കെ. വീണ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. കുട്ടികളെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴും വീണ പിടിവാശിയിൽ തന്നെയാണ്. കല്യാണി അവിടേക്ക് വന്നിട്ട് വീണയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. കല്യാണി പറയുമ്പോൾ വീണ സമ്മതിക്കുകയാണ്. എല്ലാവർക്കും ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുകയും അതുപോലെയാണെങ്കിൽ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നു. കല്യാണിയാണെങ്കിൽ വീണയോട് ഫോട്ടോ കാണിക്കുമോ എന്ന് ചോദിക്കുന്നു. കല്യാണിയെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണി വീണയോട് പറയുന്നുണ്ട്, എനിക്ക് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ. കുട്ടികളും കല്യാണിയും എല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം വീണ നിത്യയോട് പറയുന്നുണ്ട്, ആ കുട്ടി മാത്രമുണ്ട്, നല്ല സ്വഭാവമുള്ള കുട്ടി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തതെന്നൊക്കെ പറയുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്നൊക്കെ വീണ പറയുന്നുണ്ട്. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, വീണ ഒരു ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയില്ലേ, അതുകൊണ്ടാണ് കുട്ടികളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്നേഹം തോന്നുന്നതെന്നൊക്കെ പറയാണ്. ജീവിതത്തിൽ പലതും തട്ടിത്തെറിപ്പിച്ചാണ് ഈ പൊസിഷനിൽ എത്തിയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ തട്ടിത്തെറിപ്പിച്ചൊരു ബന്ധമാണ് വീണയുടെ കുട്ടിയുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ പറയുന്നു. നിത്യ പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ നിന്ന് പോയ കല്യാണി മോൾക്കാണെങ്കിൽ അവളുടെ അമ്മയെ വേണമെന്ന്. ആ കാര്യം സാധിച്ചു കൊടുക്കാൻ വീണയ്ക്ക് പറ്റുമോ എന്ന് നിത്യ ചോദിക്കാണ്. വീണ അപ്പോൾ പറയുന്നുണ്ട്, അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, വീണയുടെ കുട്ടിയാണ് കല്യാണി എന്ന്. നിത്യ പറയുന്നത് കേട്ടിട്ട് വീണയ്ക്ക് ഷോക്കാകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്